നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 444th ഡേ. ടുഡേ 6th ചാപ്റ്റർ 44th ശ്ലോക. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 444 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 44ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈത ദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 44ാമത്തെ ശ്ലോകം. ഓം തത്സത്. സപ്താഹഭൃതിനാം പുംസാം നിയമാം ശൃണു നാരദ. വിഷ്ണുദീക്ഷാവിഹീനാനാം നാദികാര കഥാശ്രവേ. സപ്താഹവൃതിനാം പുംസാം നിയമാം ശൃണു നാരദ. വിഷ്ണുദീക്ഷാവിഹീനാനാം നാദികാര കഥാശ്രവേ. ഓം തത്സത്. സനകാദികൾ വീണ്ടും നാരദാദികൾക്ക് പറഞ്ഞു കൊടുക്കും. നാരദൻ മുതലായ മഹാത്മാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സപ്താഹം കേൾക്കുന്നവരും ചില നിയമങ്ങളൊക്കെ പാലിക്കണം. അങ്ങനെയുള്ള നിയമങ്ങൾ പാലിക്കാത്തവർക്ക് സപ്താഹം കേൾക്കാനുള്ള അധികാരം ഇല്ല എന്നാണ് പറയുന്നത്. സപ്താഹം വായിക്കുന്നവർക്കും ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ പാലിച്ച് യഥാവിധി നടത്തിയാലാണ് അതിന് പൂർണ്ണ ഫലം ഉണ്ടാവുക എന്ന് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പറയുകയാണ്, അല്ലയോ നാരദ, വ്രതം ആചരിക്കുന്ന ജനങ്ങൾ, അതായത് സപ്താഹം കേൾക്കുവാൻ ആൾക്കാർക്ക് ചില നിയമങ്ങളൊക്കെയുണ്ട്. ആ നിയമങ്ങൾ കേൾക്കുക. ആ തന്ത്രവിധി പ്രകാരമുള്ള ഈ വിഷ്ണു ദീക്ഷ ചെയ്യാത്തവർക്ക് സപ്താഹ കഥാശ്രവണത്തിന് അധികാരം ഇല്ല എന്നാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഇപ്രകാരമുള്ള ദീക്ഷകളൊക്കെ ചെയ്തവർ വളരെ ചുരുക്കമായിരിക്കും. എങ്കിലും അവനെ കൊണ്ട് ആകുന്ന വിധത്തിൽ ആ കഥാശ്രവണത്തിന് പറയുന്നത് ശുദ്ധമായിട്ടും വ്യക്തമായിട്ടും അവനവനെ കൊണ്ടാകുന്ന വിധത്തിൽ ആ ഭഗവാനിൽ സർവസ്വവും സമർപ്പിച്ച് ചെയ്യുക എന്നതാണ് ഉത്തമം. അല്ലാതെ ഈ ഭാഗവതത്തിൽ പറഞ്ഞ സനകാദികൾ പറയുന്ന എല്ലാ കാര്യവും ഇന്നത്തെ കാലത്ത് പാലിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. എങ്കിലും അതിന് അനുയുക്തമായി ഇന്നത്തെ കാലത്ത് നമുക്ക് എന്തൊക്കെ പാലിക്കാൻ സാധിക്കുമോ, എന്തൊക്കെ ശുദ്ധി ആചരിക്കാൻ മനസ്സുകൊണ്ടും ശരീരത്തിനെ കൊണ്ടും സാധിക്കുമോ അതൊക്കെ ആചരിക്കണം. ആ നിയമങ്ങളൊക്കെ അടുത്തായിട്ട് സനകാദികൾ പറഞ്ഞു തരികയാണ്. അത് അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ശ്ലോകം ഒരിക്കൽ കൂടി. സപ്താഹവൃതിനാം പുംസാം നിയമാം ശൃണു നാരദ. വിഷ്ണുദീക്ഷാവിഹീനാനാം നാദികാര കഥാശ്രവേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.